എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും വരുന്ന ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ഇഷിതയുടെയും മഹേഷിന്റെയും കല്യാണമാണ്. എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണുന്നത്. ഇത്രയും നാളത്തെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഇഷിതയും മഹേഷും തമ്മിൽ ഒന്നിക്കണം എന്നുള്ളത്. അവരുടെ ഇടയിലെ പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം മാറി അങ്ങനെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് അവർ രണ്ടുപേരും ഒന്നാവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മന്ത്രി അൻസാരിദാസും വിനോദും ആകാശും എല്ലാം ചേർന്ന് വമ്പൻ പ്ലാൻ തന്നെ തയ്യാറാക്കുവാണ്. ഇഷിതയുടെ കല്യാണം നടക്കരുത്. അവൾ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവളുടെ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് തന്ത്രം വരെയാണ് താൻ ഒരുക്കുവാന്ന് അൻസാരിദാസ് വിനോദിനോടും ആകാശിനോടും പറയുന്നുണ്ട്. ആകാശ് പറഞ്ഞു എന്റെയും കൂടെ ആവശ്യമാണ് അവന്റെ കല്യാണം മുടങ്ങാന്നുള്ള. ഒരു കാരണവശാലും അവർ തമ്മിലുള്ള കല്യാണം നടക്കില്ല. ആകാശിന്റെ മനസ്സിലെ ചിന്ത എന്താ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഒരുപക്ഷെ ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിപ്പി മോളെ സ്വന്തമായിട്ട് കിട്ടും, മകേഷ് തകർന്നു പോവുകയും ചെയ്യും. അപ്പൊ അതാണ് ആകാശിന്റെ മനസ്സിലെ ചിന്ത. അത് മാത്രമല്ല ഈ വലിയ തെളിവുകളൊക്കെ ഒരു കാരണവശാലും ആർക്കും കിട്ടത്തില്ല. ഇഷിതയുടെ കയ്യിലിരിക്കുന്ന തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നീട് അൻസാരിദാസ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ വിനോദ് ആകാശിനെ വിളിച്ചിട്ട് പറഞ്ഞു, അറിയാലോ നമ്മളും ഇതിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥയിലാണ്, ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല. ആകാശ് പറഞ്ഞു അതൊക്കെ അറിയാം. മൃണാളിന് പറഞ്ഞു ആ ഇഷിത അവൾ ഒരു ബോംബ് തന്നെയാണ്, അവൾ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ പിടിതരുമെന്ന് തോന്നില്ലെന്ന് പറയാം. അവൾക്ക് പിടിതരാതിരിക്കാൻ പറ്റില്ല. അവൾ എത്രത്തോളം വരെ പോകും നോക്കട്ടെ. കല്യാണത്തിന് അന്ന് വരെയല്ലേ അവളുടെ അഹങ്കാരം ഉള്ളൂ, അന്നത്തോടുകൂടി കാര്യങ്ങളൊക്കെ തീരും എന്ന് പറയാണ്. അന്ന് അവളെ അറസ്റ്റ് ചെയ്യും. ആ കല്യാണത്തിന് കൃത്യ മുഹൂർത്തത്തിൽ തന്നെ അവളെ വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയാം. വിനോദിന്റെ മനസ്സിലെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. സോബിയുടെ കയ്യില് ഒരു മരുന്ന് കൊടുത്തിട്ട് ഇഞ്ചക്ട് ചെയ്യാനായിട്ട്, അത് ആതിരനെ കൊല്ലാനായിട്ടാണ്. കാരണം ഒരു ദിവസം അവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം അത് ഇഞ്ചക്ട് ചെയ്യുവാണ്, അവള് മരിക്കും. അവള് മരിച്ച ആ സെക്കൻഡിൽ തന്നെ ആ മുഹൂർത്തത്തിൽ തന്നെ വന്ന് ഇഷിതനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് വിനോദ് മനസ്സിൽ കണ്ടിരുന്ന കാര്യം. അങ്ങനെ വിനോദ് ആ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുവാണ്. ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇഷിതയുടെ മഹേഷിന്റെ വീട്ടില് ഹൽദി ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഹൽദിക്ക് വേണ്ടി എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. ഇഷിതേനെ ഒരുക്കാനായിട്ട് ആഷിതയെ സുയിത്രയും കൂടെ ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഇഷിതേനെ ഒരുക്കുവാണ്. ഒരുക്കി കഴിഞ്ഞപ്പോ ഇഷിതനെ കാണാൻ നല്ല ഭംഗിയാ. സുയിത്ര പറഞ്ഞു ഇപ്പൊ ചേച്ചിനെ കാണാൻ എന്നെ സുന്ദരിയാന്നറിയോ, ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്നു പറയാ. പിന്നെ അത്രയ്ക്കൊന്നും ഇല്ലാന്ന് പറയാണ്. ആഷിത പറഞ്ഞ് കണ്ണ് കിട്ടാൻ നോക്കണം എന്റെ മോൾക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവര് സന്തോഷിച്ചിരിക്കുക. പിന്നീട് മഹേഷിന്റെ വീട്ടുകാരും എല്ലാരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവരെല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് അവരെ ആനയിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയം രജനിക്ക് ഇരിക്കപ്പുറതി ഇല്ലായിരുന്നു. രജനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു. ഇന്ന് ഹൽദി ചടങ്ങാണ് നടക്കാൻ പോണേ. അപ്പൊ വിളിച്ചില്ലെങ്കിലും ചെല്ലണം. അങ്ങനെ ഒരു ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ചിപ്പിമോളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാം എന്ന് കരുതി എന്ത് ചെയ്യാണ്, ചിപ്പിമോളെയും കൂട്ടുന്നുണ്ട് രജനിയോടൊപ്പം. എന്നിട്ട് മഹേഷിന്റെ ഹൽദി ചടങ്ങിന് പോകുന്ന കാര്യം ആകാശിനോട് ചെന്ന് പറയണം. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു വേണോ നീ പോണോന്ന് ചോദിക്കണം. പോവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, വിളിച്ചില്ലേലും ഞാൻ പോവും. അവിടെ കയറി ചെല്ലണം, അവളെ ഒന്ന് ഞെട്ടിക്കണം എന്ന് പറയാ. എന്നെ ചിപ്പിമോളെ കണ്ടു കഴിയുമ്പോഴത്തേനും അവള് ഞെട്ടും. അത് മാത്രമല്ല ചിപ്പിമോള് അവളൊരു തുറപ്പുചീട്ടാണ് ഈ സമയത്ത് നമ്മുടെ എന്ന് പറയണം. ശരി നിന്റെ ഇഷ്ടം എന്താന്ന് ചെയ്തോ, അറിയാലോ. ഇന്നത്തോടു കൂടി അവളുടെ എല്ലാ സ്വാഭാവികങ്ങളും സന്തോഷങ്ങളും കെട്ടടങ്ങാൻ പോയല്ലേ. ഇന്നൊരു ദിവസം കൂടെ അവൾ സന്തോഷിക്കുള്ളൂ. നാളെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് അവളെ അറസ്റ്റ് ചെയ്യും പോലീസ് വന്ന്. ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ഇന്നത്തെ സന്തോഷം ഒന്ന് കാണണം, എന്നിട്ട് നാളത്തെ അവളുടെ മുഖം കൂടെ ഒന്ന് കാണണം. അതിനു വേണ്ടി ആകാശം ഞാൻ പോണേ എന്നൊക്കെ പറഞ്ഞ് ചിപ്പിമോളെ ഒരുക്കിക്കൊണ്ട് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയം ചിപ്പിമോള് ചോദിച്ചു നമ്മൾ എങ്ങോട്ടാന്ന് ചോദിക്കുക. അത് നിന്റെ ഷിയാമ്മയുടെ ഹൽദി ചടങ്ങിന് പോവാന്ന് പറയാം, നിനക്ക് പോകണ്ടേ നിൽക്കും. പോണം. ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലാ. ചിപ്പിമോള് ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണ്. പക്ഷെ ഇഷിതയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഹൽദിക്ക് പോണ സമയത്ത് ചിപ്പിമോള് ഒന്ന് കാണാൻ പറ്റില്ലല്ലോ, അവളെ കാണുമായിരുന്നെങ്കിൽ മനസ്സിന്റെ ഒരു സന്തോഷം ആവില്ലോ എന്നൊക്കെ ഓർത്തുണ്ട്. അങ്ങനെ ഹൽദി ചടങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പൊ എല്ലാരും വന്നു, എല്ലാരും റെഡിയായിട്ട് വന്നു. അപ്പോഴേക്കുമാണ് രജനയും ചിപ്പിമോളും അങ്ങോട്ട് വരുന്നതണ്ടേ. ചിപ്പിമോള് ഇഷിതനെ കണ്ടതും അമ്മയെന്നും വിളിച്ച് ഓടിപ്പോയി ഇഷിതനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇഷിതയും കെട്ടിപ്പിടിക്കുകയാണ്. അതെ ഇത്രയും സമയം ഇഷിതയുടെ മനസ്സിലായിരുന്നു തീയായിരുന്നു, ഒരു നോവായിരുന്നു ചിപ്പിമോളെ കണ്ടില്ല എന്നോർത്ത്. അങ്ങനെ ഇഷിതയുടെ മനസ്സിനെ വിഷമങ്ങളും വേവലാതികളും എല്ലാം മാറുകയാണ്. മഹേഷിനും സ്വപ്നവലിക്കും പ്രിയാമണിക്കും എല്ലാവർക്കും സന്തോഷമായി ചിപ്പി വന്നതില്. പിന്നീട് ഇഷിത നേരെ രചനയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ താങ്ക്സ് കേട്ടോ, ചിപ്പിമോളെ കൊണ്ടുവന്നതിന് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാം. ഇത് കേട്ടൻ രചന പറഞ്ഞു താങ്ക്സ് അതെപ്പോഴും മനസ്സിലുണ്ടായാൽ മതി എന്ന് പറയണേ. ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഇഷിതയുടെ മനസ്സിലുണ്ടാവണമെന്ന് പറയാം. ഇത് കേട്ടൻ
ഇഷിത പറഞ്ഞു, അത് പിന്നെ ഉണ്ടാവാതിരിക്കില്ലല്ലോ, ചിപ്പിമോളെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു മനസ്സ് കാണിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യമാണെന്ന് പറയണം. അതേ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പോകാവുള്ളൂ, ചിപ്പിമോളെ പെട്ടെന്ന് കൊണ്ടുപോകാമെന്നൊക്കെ ഇഷിത റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് രജനയോട്. രജന സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ രജന അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴാണ് മനസ്സിനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ മനസ്സിനെ ഒന്ന് കാണുകയും കൂടെ ചെയ്യണം. പിന്നീട് മനസ്സിനെയും വിളിച്ചുകൊണ്ട് രജന അങ്ങോട്ട് മാറിപ്പോവാണ്. മനസ്സിനെ പറഞ്ഞ്, കണ്ടില്ല എല്ലാവരുടെ സന്തോഷം, ഒരു കാരണവശാലും വിവാഹം നടക്കാൻ പാടില്ലെന്ന് പറയാണ്. രജന പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നാളെ ഒരു മുഹൂർത്തത്തില് അവളുടെ കയ്യില് കയ്യാമം വീണിരിക്കും, അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് പറയാം. അവള് എന്റെ പേരക്കുഞ്ഞിനെ കൊന്നില്ലാതാക്കിയവളാണ്, അവളെ ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. കുറെ കാലമായി ഞാൻ ഓങ്ങി വെക്കുന്നേ, അവള് ചെയ്തത്രയും ചതി എന്റെ കുടുംബത്തിനോട് മറ്റാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവള് കരയുന്ന എനിക്കൊന്ന് കാണണം, അവളുടെ വീട്ടുകാര് കരയുന്ന കാണണം, കല്യാണം മുടങ്ങിയിട്ട് അവൾ ആ നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണണം. ഇത് 2ാം തവണയാണ് അവൾക്ക് അങ്ങനെ ഒരു തിരിച്ചടി കിട്ടാൻ പോകുന്നത്. എന്നോട് കളിച്ചാല് എങ്ങനെയാന്ന് അവളെ ഞാൻ കളി പഠിപ്പിക്കുന്നുണ്ട്. നാളെയാണ് മനസ്സിനെയും മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ രജനയോട് പറയാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രജന പറഞ്ഞു, അത് ഉറപ്പായിട്ടും നടക്കും ആന്റി, ആന്റി കണ്ടു, നാളെ അത് നടക്കുമെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും റെഡിയായി കഴിഞ്ഞപ്പോഴത്തേനും മഹേശ്വർ വന്നിട്ട് പറഞ്ഞു, പിന്നെ അങ്ങ് തുടങ്ങിയാലോ എന്ന് ചോദിക്കുക. പിന്നെ ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിരുന്നു. സ്വപ്നവല്ലിയും മഞ്ജിമയും എല്ലാം മത്സരിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രിയാമണിയുടെ സുചിത്രയുടെ ഒക്കെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസും മേളവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ, ഗംഭീര രീതിയിൽ തന്നെ മഞ്ഞൾ കല്യാണം അങ്ങനെ നടക്കുകയാണ്. ഈ സമയത്ത് അണിയറയിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട്. വിനോദ് നേരെ സോബിനെ വിളിക്കുകയാണ്. സോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നൊരു ദിവസം കൂടെ ആതിരയ്ക്ക് കൊടുത്തേരെ, നാളെ ഇന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവളെ തീർത്തിരിക്കണം, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സോബി ശരി സാറെന്നൊക്കെ പറഞ്ഞ് കോള് വെക്കുക. പക്ഷെ അങ്ങനെ വെച്ചെങ്കിലും സോബിയുടെ നെഞ്ചിനകത്തൊരു പെടച്ചിലായിരുന്നു. സോബിക്ക് വല്ലാത്തൊരു വിമിഷ്ടമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സോബിക്ക്. കാരണം താൻ ചെയ്യുന്ന വലിയൊരു കൊടും ക്രൂരതയല്ലേ. ഇഷിത ഡോക്ടറെ അറസ്റ്റ് ചെയ്യുന്ന അറിഞ്ഞപ്പോ തൊട്ട് സോബിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനാ. താൻ ചെയ്യുന്ന ചതിയല്ലേ, പാവം ഡോക്ടറാ, തന്നോട് അത്ര സ്നേഹമുള്ള, അപ്പൊ താൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ കല്യാണം മുടങ്ങും, കുടുംബം നശിച്ചു പോകും. അതിനേക്കാളും വലിയൊരു ചതി വേറെയില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ഓർത്ത് രാത്രി കിടന്നിട്ടൊരു സമാധാനം കിട്ടിയില്ല, ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. രാത്രി ഉറക്കളിക്കാതെ സോബി ഇങ്ങനെ കിടന്ന് ആലോചിക്കുക. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ സോബി ചില തീരുമാനങ്ങളൊക്കെ എടുത്താണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ആ സമയം വിനോദ് സോബിനെ വിളിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കണം. ഓക്കെ ആന്ന് സോബി പറയാ. പക്ഷേങ്കില് സോബിക്ക് ആ ക്രൂര കൃത്യം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. സോബിക്കറിയാൻ താൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം മൊത്തം നശിച്ചു പോകും. ഇഷിത ഡോക്ടർ കരിയർ നഷ്ടപ്പെടും. തനിക്ക് തന്റെ കുടുംബത്തെക്കാളും വലുത് ഇപ്പോഴാ കുട്ടിയുടെ ജീവനാണ്. ഒരിക്കലും ഒരു ജീവൻ നശിക്കാനായിട്ട് താൻ കൂട്ടു നിൽക്കരുത്. അങ്ങനെയൊക്കെ സോബി അതിൽ നിന്ന് പിന്മാറുക. പക്ഷെ വിനോദ് ഈ കാര്യങ്ങളൊന്നും ഒട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് കല്യാണത്തിനുള്ള മുഹൂർത്തമായി പിറ്റേ ദിവസം. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അതുവരെ പ്രശ്നങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് പോവാണ്. അപ്പൊ കല്യാണത്തിന്റെ അന്നായി കഴിഞ്ഞപ്പോഴത്തേനും അൻസാരദാസ് രാവിലെ തന്നെ ആകാശിനെ വിളിക്കുകയാണ്. ആകാശം അറിയാലോ, ഇന്നാണ് നമ്മുടെ ദിവസം, കൃത്യം അതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണമെന്ന് പറയണം. വിനോദെല്ലാം ഏറ്റിട്ടുണ്ട് സാറേ, അതുകൊണ്ട് നമ്മളൊന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് പറയാം. പിന്നീട് ആകാശ് വിനോദിനെ വിളിച്ചിട്ട് എല്ലാം ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ്. വിനോദ് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഓക്കെയാ, ഇനിയപ്പോ അതിനൊരു കുഴപ്പമില്ലെന്ന് പറയാ. കല്യാണം ഉറപ്പായിട്ടും മുടങ്ങും. അവനെ അവളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും എന്ന് പറയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഓക്കെയാന്നോർത്ത് സന്തോഷത്തിൽ അവരിയ്ക്കുവാണ്. ആ സമയം മനസ്സിനയുടെ നെഞ്ചിലൊരു പെടച്ചില. എങ്ങാനും കല്യാണം മുടങ്ങിയില്ലെങ്കിൽ താൻ ഇത്രയും നാൾ ആശിച്ചൊക്കെ വെറുതെ ആയി പോവില്ലോ. മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് പ്രിയാമണി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മനസ്സിനെ തങ്ങളുടെ മുന്നിൽ അഭിനയിക്കുവാണോ എന്നൊരു ചിന്ത പോലും ഉണ്ടായി. പക്ഷെ മനസ്സിനെ അതിവിദഗ്ധമായിട്ടാണ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത്, ആർക്കും പിടികൊടുക്കാതെ. പിന്നീട് കല്യാണത്തിന്റെ എല്ലാരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുവാണ്. മഹേഷ് ഇഷിതയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. രാവിലെ ഇഷിതേനെ ഒരുക്കി അങ്ങനെ എല്ലാരും കൂടെ വിവാഹപ്പന്തലിലേക്ക് ചെല്ലുക. ചെന്ന് കഴിയുമ്പോഴത്തേനും മഹേഷിനെ സ്വീകരിക്കാനായിട്ട് ഇഷിതയുടെ വീട്ടിൽ നിന്ന് മഹേഷാണ് വരുന്നത്. അങ്ങനെ കാല് കഴി അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുവരുത്തി പിന്നീട് ഇഷിതേനെ കൊണ്ടു നിർത്തുന്നുണ്ട്. താലി കിട്ടുന്നതിനുള്ള മുഹൂർത്തമായി. അപ്പൊ ആ സമയത്താണ് ഇഷിതേനെ വന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനെന്ന് പറ, എല്ലാ കാര്യങ്ങളും പാളിപ്പോയി. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അൻസാരിദാസിനും കൂട്ടർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിന് തൊട്ടു മുമ്പ് തന്നെ വിനോദിന്റെ ഫോണിലേക്ക് ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. വിനോദ് നോക്കിക്കഴിഞ്ഞപ്പോ തന്റെ ചേട്ടൻ കെട്ടാൻ പോകുന്ന ഇഷിതേനെയാന്നുള്ള സത്യം പറഞ്ഞു. വിനോദിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. വിനോദ് അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. തന്റെ ഏട്ടൻ കിട്ടുന്ന ഡോക്ടർ ഇഷിതേനെയാണെന്നുള്ള സത്യം. അങ്ങനെ വിനോദും അത് മനസ്സിലാക്കുവാണ്. അങ്ങനെ അവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇഷിതയുടെ മഹേഷിന്റെ കല്യാണം നല്ല മംഗളകരമായിട്ട് നടക്കുവാണ്. പക്ഷെ സഹിക്കാൻ പറ്റാതെ പോയ ആള് രചനയാണ്. രചന വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി. അതുപോലെ തന്നെ മനസ്സിനെ കല്യാണം മുടങ്ങുമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ മംഗളകരമായിട്ട് വിവാഹം അങ്ങ് നടന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാം
അവിടുത്തെ കാര്യങ്ങളും സദ്യവട്ടം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇഷിതേനെയും കൊണ്ട് മഹേഷ് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വലതുകാല് വെച്ച് ഇഷിത വീട്ടിലേക്ക് വന്ന് കേറുക. തകർന്നു പോയി രചന. അന്നത്തെ രാത്രിയില് രചന നഷ്ടബോധങ്ങളുടെ ഒരു കണക്കെടുപ്പ് തന്നെയായിരുന്നു. മദ്യത്തിന്റെ ലഹരിയില് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില് രചന ആറാടിക്കൊണ്ടിരുന്നെ. രചനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാരണം നാളെയാണ് കോടതി കേസ് വിളിക്കുന്നത്, ചിപ്പിമോളുടെ കേസ്. ഉറപ്പായിട്ടും ഇഷിത ചിപ്പിമോൾക്ക് വേണ്ടി വാദിക്കും. ചിപ്പിമോളെ ഇഷിതയ്ക്ക് കിട്ടുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ കുടിച്ച് ലെക്ക് കേട്ടിരിക്കുന്ന ഇഷിത രചനയുടെ അടുത്തേക്ക് ആകാശ് വരുവാണ്. പിന്നീട് ആകാശ് പറഞ്ഞു, നീ എന്താ രചന ഇങ്ങനെ ഇങ്ങനെ കുടിച്ചിട്ട് കാര്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാളെയാണ് പ്രധാന ദിവസം, ചിപ്പിമോളുടെ ദിവസം. അതിനു വേണ്ടിയല്ല നമ്മൾ ഈ കണ്ട പയറ്റുകളൊക്കെ പയറ്റിയെന്ന് ചോദിക്കുക. അതിനേക്കാൾ ഉപരി ആകാശത്തിന് നല്ല ടെൻഷനുണ്ട്. ഇനി ഇഷിതനെ ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നാളെ ഒരു പക്ഷെ അറസ്റ്റ് ചെയ്താലും ഇനിയിപ്പോ അതും കൊണ്ട് ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അവളുടെ വിവാഹം നടന്നല്ലോ. പക്ഷെ അതിപ്പോ രചനയോട് പറയാൻ പറ്റില്ല. ആരോഗ്യമന്ത്രിയായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ രചന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാകത്തില്ല. ഇപ്പോഴ ചിപ്പിമോളെ വെച്ചാണ് ആകാശ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രചനയോട് പറഞ്ഞ് നാളെ ഒരു കാരണവശാലും ചിപ്പിമോൾ അവളുടെ കയ്യിലെത്തല്ല. അതിന് വേണ്ടുന്ന എന്ത് നീക്കങ്ങളും നമ്മൾ ചെയ്യണമെന്ന് പറയാം. അതിന് ഇഷിത ഡോക്ടർ നാളെ ആണെങ്കിലും അവിടെ കോടതി വരല്ല. നാളെ അവൾ കോടതി വന്നിട്ടുണ്ടെങ്കിൽ ചിപ്പിമോൾക്കെതിരെ ചിപ്പിമോളെ കൊണ്ടുപോകും. ചിപ്പിമോൾക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കും. അവളെ കൂട്ടിക്കൊണ്ടു പോകും. നമുക്കെതിരായിട്ട് അവൾ മൊഴി കൊടുക്കും എന്ന് പറയാം. പോരാത്തന് ചിപ്പിനെ തല്ലുന്ന ഇഷിത കാണുകയൊക്കെ ചെയ്തല്ലേ രചന. അതൊക്കെ അവള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവെന്നുള്ള കാര്യം ആകാശിനറിയാം. ആകാശാണ് വടിയെടുത്തോണ്ടേ കൊടുത്തത്. അതൊക്കെ ആകാശിന്റെ മനസ്സിൽ കിടക്കുമല്ലേ. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം കോടതി കൂടുന്ന സമയത്ത് രാവിലെ തന്നെ ഇഷിതയും മഹേഷും കോടതിയിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. അങ്ങനെ റെഡിയായി കോടതിയിലേക്ക് ചെല്ലുവാണ്. കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ചിപ്പിമോളെയും കൊണ്ട് അവരും വരുന്നുണ്ട്. രചനയുടെ നെഞ്ചിലൊരു പടവട എടുപ്പാണ്. മഹേഷിനും നല്ല ടെൻഷനുണ്ട്. എന്തായി തീരും ഏതായി തീരും എന്നൊക്കെ. പക്ഷെങ്കില് രചനയെ ആകാശിനെ ഞെട്ടിച്ചോണ്ട് അന്നത്തെ ദിവസം അനുകൂലമായിരുന്നു ഇഷിതയ്ക്കും മഹേഷിനും. കാരണം ചിപ്പിമോളെ അവർക്ക് വീണ്ടും കിട്ടുവാണ്. കോടതി ചിപ്പിമോളെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം പറഞ്ഞു വിടാനായിട്ട് ഇഷിതയുടെ മഹേഷിന്റെ ഒപ്പം പറഞ്ഞു വിടാനായിട്ട് തീരുമാനിച്ചു. ഇഷിത എന്ന് മൊഴി പറയുകയും ചെയ്തു. അപ്പോഴും ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അൻസാരിദാസിനും കൂട്ടർക്കും. കാരണം അവിടെ എല്ലാം തടയിട്ടു മഹേഷിന്റെ പിടിപാടുകളെ കുറിച്ച് അൻസാരിദാസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആഭ്യന്തര വകുപ്പുമായിട്ട് ഇച്ചിരി പ്രശ്നത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു അൻസാരിദാസ്. അതുകൊണ്ട് അവിടെ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അൻസാരിദാസ് പൊട്ടി പാളീസായി പോവാണ്. ഇഷിതയും മഹേഷും ചിപ്പിമോളും അങ്ങനെ ഒന്നാവാണ് അവരുടെ ലോകത്തേക്ക്. പക്ഷെ ഇനി എങ്ങനെ തകർക്കൂന്നറിയാതെ എങ്ങനെയും തകർക്കണമെന്ന് വിചാരിച്ച് രചനയും ആകാശവും ഒക്കെ തക്കം പാർത്തിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. എന്താണെങ്കിലും രചനയ്ക്കും ആകാശനും ഒക്കെ മുട്ടം പണി തന്നെയാണ് കിട്ടുന്നത്. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.